ജിദ്ദ ചേംബറിൽ നടന്ന ഓപ്പൺ ഫോറം മീറ്റിലാണ് തൊഴിൽ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആളുകളെ റിക്രൂട്ട് ചെയ്ത് തൊഴിൽ നൽകാതെ സ്വതന്ത്രമായി വിടുന്ന വ്യവസായികൾക്കും കച്ചവടക്കാർക്കും ജയിൽ ശിക്ഷ നൽകുമെന്നും തൊഴിൽ മന്ത്രി മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ജോലിയില്ലാതെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് മനുഷ്യക്കച്ചവടമായി കണക്കാക്കും. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടികളായിരിക്കും ഭാവിയിൽ സ്വീകരിക്കുകയെന്നും തൊഴിൽ മന്ത്രി പറഞ്ഞു. വിസ സമ്പ്രദായം ശക്തമാക്കിയിട്ടുണ്ട്. പച്ച, പ്ലാറ്റിനം കാറ്റഗറിയിൽപ്പെട്ട ഉയർന്ന സ്ഥാപനങ്ങൾക്ക് വിസ ലഭിക്കാൻ തങ്ങളുടെ നെറ്റ്വർക്ക് മുഖേന നിഷ്പ്രയാസം സാധിക്കും. പച്ചയിലുള്ള ഇടത്തരം സ്ഥാപനങ്ങൾക്ക് വിസ ലഭിക്കാൻ തൊഴിൽ മന്ത്രാലയ ഓഫീസിനെയോ മന്ത്രാലയ സമിതിയെയോ സമീപിക്കണം. ഓരോ സ്ഥാപനത്തിനും അർഹതയുള്ള വിസകളുടെ കണക്കുകൾ തൊഴിൽകാര്യ ഓഫീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും അറിയാൻ സാധിക്കും. പരാതികളുണ്ടെങ്കിൽ തൊഴിൽ തർക്ക പരിഹാര കോടതികളെ സമീപിക്കാവുന്നതാണെന്നും തൊഴിൽ മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ തൊഴിൽ രംഗത്ത് സ്വദേശികളുടെ അനുപാതം ഇരട്ടിയായിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമിടയിൽ തൊഴിലില്ലായ്മ കുറഞ്ഞു. സോഷ്യൽ ഇൻഷുറൻസിൽ പേരു രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ അനുപാതം 200% വർദ്ധിച്ചിട്ടുണ്ട്. നിയമലംഘകരായ 10 ലക്ഷത്തിലധികം പേരെ നാടുകടത്തിയതായും തൊഴിൽ മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1 റിയാദ്.